പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ ലക്ഷ്യം ജനങ്ങളെ സയൻസ് പഠിപ്പിക്കുക എന്നുള്ളതല്ല, പ്രകൃതിയിലെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നു. ഒരു കടുകുമണിയോ ഒരു നെൽവിത്തോ ഇതുവരെയും മനുഷ്യൻ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ മഹാ അത്ഭുതമാണ്. മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണമായിരുന്ന മനുഷ്യൻ വളർച്ചയുടെ ഘട്ടങ്ങൾ പിന്നിടുന്നു. ഇതിലൊന്നും ഒരു ശാസ്ത്രജ്ഞനോ ഒരു ഡോക്ടർക്കോ യാതൊരു വിധത്തിലുള്ള ഇടപെടലുമില്ല. അഥവാ മനുഷ്യൻ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, അറൂനി മാതാ ഖലഖൂ മിനൽ അർദ്, ഈ ഭൂമിയിൽ എന്താണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ അധ്യായം 39 6-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, യഖ്ലുക്കും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ് ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലാ ഹുവ. ഇതിൻ്റെ ആശയം ഇപ്രകാരമാണ്, യഖ്ലുക്കും അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു, ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ, ഖൽഖം മിൻ ബഅദി ഖൽഖിൻ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി, ഫീ ളുലുമാത്തിൻ സലാസ് 3 ഇരുട്ടുകളിൽ, ദാലികുമുല്ലാഹു റബ്ബുക്കും അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ റബ്ബ്, ലഹുൽ മുൽക്ക് അവനാകുന്നു ആധിപത്യം, ലാ ഇലാഹ ഇല്ലാ ഹുവ അവനല്ലാതെ ആരാധ്യൻ ഇല്ല. സഹോദരന്മാരെ, ഇത് 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയിൽ ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഓതിക്കൊടുത്ത ഒരു വചനമാണ്. നമുക്കറിയാം, അന്ന് അറേബ്യയിലെ ഒരാൾ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പോയിട്ടുള്ളത് ഒരു പനയുടെ ഉയരത്തിലാണ്. ഒരു പനി നോക്കാനുള്ള ഉപകരണം അന്നില്ലായിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു ശിശു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് 3 പേശിപാളികൾക്കുള്ളിലാണ് എന്ന്. ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവൻ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിങ്ങളെ സൃഷ്ടിക്കുന്നു, ഫീ ളുലുമാത്തിൻ സലാസ് 3 ഇരുട്ടുകളിൽ എന്നാണ്. 3 ഇരുട്ടുകളിൽ എന്നാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ, ഈ ഖുർആൻ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രാമാണികരായ മുസ്ലിം പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ, അവർ പറഞ്ഞിട്ടുണ്ട്, വഖൗലുഹു ഫീ ളുലുമാത്തിൻ സലാസ്, ഇവിടെ 3 ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഖീല അൽ-ളുലുമാത്തു സലാസ് 3 ഇരുട്ടുകൾ അൽ ബത്നു മാതാവിൻ്റെ വയറ് ഒരു ഇരുട്ടാണ്, വർ-റഹ്മ ഗർഭപാത്രം ഒരു ഇരുട്ടാണ്, വൽ മഷീമത്തു എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു ലെയർ. ഇങ്ങനെ 3 ലെയറുകൾക്കുള്ളിലാണ് ഒരു ശിശു കിടക്കുന്നത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണ്ഡിതനായിരുന്ന ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ ത്വബരിയിലും നമുക്ക് ഇത് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ, ആധുനിക ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്, ഒരു ഗർഭസ്ഥ ശിശു മാതാവിൻ്റെ ഉദരത്തിനുള്ളിൽ 3 പാളികൾക്കുള്ളിലായിട്ടാണ് കിടക്കുന്നത് എന്നാണ്. ആ 3 പാളികൾ അമ്നിയോൺ, കോറിയോൺ, ഡെസിഡ എന്നീ 3 പാളികളാണ്. ഇത് പറയുമ്പോൾ നാം ഈ വിശുദ്ധ ഖുർആനിനെ ശാസ്ത്രവുമായി ഒപ്പിച്ച് ഞങ്ങളുടെ ഖുർആനിലുമുണ്ട് ഇങ്ങനെ ശാസ്ത്രം എന്ന് സ്ഥാപിക്കാനാണ് പാടുപെടുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ നാം പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ 3 ഇരുട്ടുകൾ, ഈ 3 എന്നുള്ള നമ്പർ അതിന് പ്രത്യേകതയുണ്ട്. പ്രത്യേകത നമ്പറിൻ്റെ ഒരു പ്രത്യേകതയല്ല, മറിച്ച്
ഈ വിഷയമായി പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മനുഷ്യ ശരീരം എന്ന് പറയുന്ന പുസ്തകത്തിൽ പേജ് 153 പറയുന്നത് ഇങ്ങനെയാണ്. ചിത്രസഹിതമാണ് അദ്ദേഹം ഈ ഭാഗം കൊടുത്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നു, വളരെ കട്ടിയുള്ള 3 പേശീപാളികൾ കൊണ്ടുണ്ടാക്കിയതാണ് ഗർഭപാത്രം. ഭ്രൂണത്തിന് കഴിച്ചുകൂട്ടാനും വലുതാകാനും അനുയോജ്യമായ ഒരു മുറി ഒരുക്കിക്കൊടുക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ ധർമ്മം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് ഒരു ഗർഭസ്ഥ ശിശു, ആ ശിശുവിൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ 3 ഇരുട്ടുകൾക്കുള്ളിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു. അത് അന്ന് അറബികൾ പറഞ്ഞ അതേ അറബി മാത്രമേ പറയാൻ പാടുള്ളൂ, അതിന് അമ്നിയോൺ, കോറിയോൺ, ഡെസിഡ എന്നൊന്നും പറയരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന ചില ആളുകളുണ്ട്. ഇംഗ്ലീഷ് ഭാഷയും മറ്റും ഉണ്ടായിട്ടുള്ളത് അടുത്ത കാലത്താണല്ലോ. അറബികൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അവരുടെ തഫ്സീറിൽ എന്ന് വിചാരിച്ച് ആ അറബി മാത്രമേ നമ്മൾ ലോകാവസാനം വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഈ 3 ഇരുട്ടുകളും ഈ ഡോക്ടർ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 3 പാളികളും എന്നതും ശാസ്ത്രീയമായി വിയോജിക്കുന്നില്ലല്ലോ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇവിടെ അവതരിപ്പിച്ചത്. അല്ലാതെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആ 3 ഇരുട്ടുകൾ തന്നെയാണ് ഈ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 3 പാളികൾ എന്ന് സ്ഥാപിക്കാനല്ല. അങ്ങനെ സ്ഥാപിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും നമുക്കില്ല. എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞത്? ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ റബ്ബ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിശുദ്ധ ഖുർആനിൽ ഈ വാചകമുള്ളത്. ചില ആളുകൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ കലിതുള്ളുക എന്നൊരു സ്വഭാവമുണ്ട്. കാരണം ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞ പ്രവാചകനെ ഭ്രാന്തനും ഒരു ഹിസ്റ്റീരിയ രോഗിയുമായി ഒക്കെ ചിത്രീകരിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമാണ്. അതവർ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. വീണ്ടും വരാം മറ്റൊരു വിഷയവുമായി.